ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ സൂപ്പർ ആയിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിള്ളേരെ കൊണ്ട് പുറത്തു പോവാണ്. അവർക്ക് ഇനി എന്താ പറയുക, ക്രാങ്കൻ ഫിഷറും അതായത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഇവരെ കുറച്ച് ടൗണ് കാണിക്കണം, ഷോപ്പിംഗ് ഉണ്ട്, ചെറിയ ആൾക്ക് ജാക്കറ്റൊക്കെ മേടിക്കണം. ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ഡ്യൂട്ടിക്ക് കയറിയതാണ്. നമ്മൾ നാട്ടിൽ പോയി വന്നിട്ട് ഇന്നലെ വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അല്ല, ഇന്നലെ അല്ല, മിഞ്ഞാന്ന് വരെ. ഇന്നലെ ഒരു ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു, ഞങ്ങൾ പുറത്തിറങ്ങിയില്ല കേട്ടോ. അപ്പം എനിക്ക് ഇവരെ പെട്ടെന്ന് മഴയിൽ ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല. മഴയത്ത് പുറത്തൊക്കെ ഇറക്കി പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് വളരെ കെയറിങ് ആയിട്ടാണ് ഇപ്പോൾ ഇവരെ നോക്കുന്നത്. പിന്നീട് ഒരാഴ്ചയില്ല, നെക്സ്റ്റ് വീക്ക് മുതൽ ചെറിയ ആളെ സ്കൂളിൽ വിട്ടു തുടങ്ങണം. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ലൈഫ്. ഇന്നലെ കുറച്ച് റെസ്റ്റ് എടുത്തു, മഴയൊക്കെ ഉണ്ട്, അങ്ങനെ വീട്ടിൽ ഇരുന്നു. അപ്പൊ ഇനിയിപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള ഇവിടെ എല്ലാ ഓഫീസും. അത് കഴിഞ്ഞാൽ പിന്നെ വീക്കെൻഡ് ഫുൾ അവധിയാണ്. പിന്നെ വരുന്നത് നെക്സ്റ്റ് മൺഡേ ആണ്. നെക്സ്റ്റ് മൺഡേ തൊട്ട് വീണ്ടും എനിക്ക് വർക്ക് ചെയ്യണം. പിന്നെ മോൻ്റെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവൻ്റെ സ്കൂളിലോട്ട് പോകാനുള്ള ബാഗും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പം ഞാൻ കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ട് അത് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടും രജിസ്റ്റർ ചെയ്യാം. അതായത് രജിസ്റ്റർ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു റാത്ത് ഹൗസിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതില്ലാതെ ഒരു കാര്യം മുന്നോട്ട് പോകത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ വല്ലോ നല്ല എക്സ്പെൻസീവ് ആണ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ റെഡി ആയി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് 2 മിനിറ്റുള്ള ബസ് സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അവന് ടിക്കറ്റ് എടുക്കണം, മോന് ടിക്കറ്റ് എടുക്കണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. മൂത്ത ആൾക്ക് 16 വയസ്സായതുകൊണ്ട് അവൻ എന്തെങ്കിലും ടിക്കറ്റ് എടുക്കണം. ഇവന് 8 വയസ്സാണ്. ടിക്കറ്റ് എടുക്കണമെന്ന് എനിക്കറിയില്ല, ചോദിച്ച് നോക്കണം. പിന്നെ എനിക്ക് 58 ഡോഷ്ലാൻഡ് ടിക്കറ്റ്, ജർമ്മനിയിലെ മന്ത്ലി ടിക്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതും വരുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ അത് നോക്കണം. അപ്പം നമുക്ക് പോയാലോ? ഓക്കെ. 10:24 ബസ് കേട്ടോ. സമയം നോക്കണം. ഇന്ന് നമുക്കിവിടെ ഫ്ലോ മാർക്കറ്റ് ഉള്ള ദിവസമാണ്. അതായത് എല്ലാ ഫ്രൈഡേസിലും ഇവിടെ ഫാമേഴ്സിൻ്റെ എന്താ പറയുക കച്ചവടം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഹോം മെയ്ഡ് ഐറ്റംസ് ആയിരിക്കും. ഇറച്ചി, സോസേജുകൾ, റൂസ്റ്റ്, അതുപോലെ തന്നെ മുട്ട, വെജിറ്റബിൾസ്, ഫിഷ്, സ്റ്റേപ്ഷനൊക്കെ ഫ്രൈ ചെയ്തിവിടെ എന്താ പറയുക ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. സമയം ഇത്രയും നോക്കിയോ? ബസ് പോയി പിന്നെ 1/2 മണിക്കൂർ നിൽക്കണം. ചെറിയ തണുപ്പുണ്ട്. സൈക്കിളൊക്കെ പിന്നെ നോക്കാം കേട്ടോ. 10:20 4 മിനിറ്റോടെ 24. ഇന്ന് തണുപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു, ചാറ്റമഴയായിരുന്നു. ഇന്നലെ 90% മഴയായിരുന്നു. ഇന്ന് അതുകൊണ്ട് തണുത്ത കാലാവസ്ഥയും മൊത്തം മൂടി നിൽക്കുക കേട്ടോ. വെയിലില്ല. ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് വന്നിട്ട് ഒരു പ്രാവശ്യം മാത്രം ഒന്ന് നടക്കാൻ കൊണ്ടുപോയി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പാവങ്ങൾ ഫുള്ള് വീടിനകത്താട്ടോ. അവിടെ കിടന്നാണ് ചാട്ടവും മറിച്ചിലൊക്കെ. പിന്നെ ഞങ്ങൾ 2 പ്രാവശ്യം ഷോപ്പിങ്ങിന് പോയി ഒരുമിച്ച്. പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും പിന്നെ രാവിലെ ഞാൻ പോയിട്ട് ഷോപ്പ് ചെയ്യും. ഇനിയിപ്പം മൂത്തയാളെ പഠിപ്പിക്കണം, മിലനെ പഠിപ്പിക്കണം ഷോപ്പ് ചെയ്യാനും പോകാനും ഒക്കെ. ലാംഗ്വേജ് സെറ്റാകത്തോണ്ട് അവന് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. അമ്മ ഞാനെന്താ അവിടെ പോയി പറയാ, അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. പിന്നെ വലിയ സീനൊന്നും വരത്തില്ല. ഇപ്പം ലാംഗ്വേജ് അറിയാത്തവരും ഇവിടെ ഫസ്റ്റ് വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ടല്ലോ. പിന്നെ ലാംഗ്വേജ് മസ്റ്റായിട്ടും വേണം. നമുക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിലും സാധനങ്ങൾ എടുക്കുക, സൂപ്പർ മാർക്കറ്റ് പോലെയല്ലേ, അവിടെ കൊണ്ട് കൊടുക്കുക, അവർ ബില്ല് ചെയ്തും കാശ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിനകത്ത് ഡിസ്പ്ലേയിൽ കാണിക്കുക എത്ര രൂപയായിട്ടുണ്ടെന്നുള്ള കാര്യം കൗണ്ടറിൽ. അപ്പോൾ പിന്നെ അതെടുത്തും കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നാലും ഭാഷ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതില്ലാതെ നല്ല ബുദ്ധിമുട്ടാണ്. ലാംഗ്വേജ് എന്തായാലും നമുക്ക് വേണം. ആ പൈസ അവിടെ ഉണ്ടല്ലോ, നമ്മൾ ആ പൈസ കൊടുക്കുന്ന നേരത്തെ അവിടെ ഇതുണ്ടല്ലോ, നമ്മുടെ എത്ര പൈസ എന്ന് കാണിക്കുന്ന ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നോക്കി കഴിയുമ്പോൾ എത്ര പൈസ എന്ന് അറിയാം. പൈസ ഇങ്ങെടുത്ത് കൊടുക്കുക. നമ്പർ വായിക്കാൻ അറിയില്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യമൊക്കെ എവിടെ പോയാലും നമ്മള് പിടിച്ചു നിൽക്കാനായിട്ട് പല ഇതും ഉണ്ടല്ലോ. ലാംഗ്വേജ് അറിയാത്തവരെന്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ
അങ്ങനെയൊക്കെ പഠിക്കുക. പിന്നെ പെട്ടെന്ന് ലാംഗ്വേജ് പഠിച്ചെടുക്കണം, എന്നാലും ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ആ കുക്കു പിന്നെ സ്കൂളിൽ പോകുമ്പോൾ വേഗം പഠിച്ചോളൂ. നമുക്ക് അങ്ങോട്ട് കിടന്നാലോ? ബസ്സിൽ ചിലപ്പോൾ സീറ്റ് ഉണ്ടാവും, ചിലപ്പോൾ സീറ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ കുക്കുരി കിട്ടുമായിരിക്കും. ഇനി നമുക്ക് 1 മിനിറ്റോടെ ഉള്ളൂ ബസ് വരാനായിട്ട്. മുടി നേരെ വെച്ച് തണുപ്പ് കാരണം. അപ്പൊ ഇത്ര ദിവസം വന്നിട്ട് വീട്ടിലിരിക്കല്ലായിരുന്നോ? ഇപ്പൊ തണുപ്പ് അന്നേരം മൈനസ് അല്ലായിരുന്നോ ജനുവരിയിൽ? ഇപ്പൊ തണുപ്പ് കുറച്ച് കുറവുണ്ട്. കൊക്ക് തൊപ്പിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ സ്റ്റൈലാക്കി ഇറങ്ങിയിട്ടുണ്ട്. ചുമയൊന്നും വരായിരുന്നാ മതിയായിരുന്നു. കുഞ്ഞ് വേറെ തൊപ്പി മേടിക്കണം, കോട്ടും മേടിക്കണം, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണം. ഇനി ജാക്കറ്റ് മേടിക്കണം. ഇന്ന് കുക്കു ഉണ്ണിമോനും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്തു കേട്ടോ. ബസ്സിൽ കയറാൻ നേരത്ത് കാശില്ല. ഞാൻ പെട്ടെന്ന് വെച്ച് കാർഡ് എടുക്കുന്നു. അവർ പറഞ്ഞു കാർഡ് എടുക്കില്ല, പക്ഷെ സാരില്ല കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിമോന് ഫ്രീ ആയിട്ട് കിട്ടി. അന്നേരം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം കാശ് ഇല്ലായിരുന്നോട്ട് ടിക്കറ്റ് എടുത്തില്ല, അതുകൊണ്ട് ഫ്രീ ആയി ട്രാവൽ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ATM പോയി കാശ് എടുത്ത് വെച്ചിട്ടോ. പെട്ടെന്ന് നമുക്ക് എല്ലാ സ്ഥലത്തും എന്താ പറയുക കാർഡ് എടുക്കണ്ടാവില്ല, ചില സ്ഥലത്ത് കാശ് തന്നെ കൊടുക്കേണ്ടി വരും. ഹെൽത്ത് ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ 2 കാര്യങ്ങൾ കൂടി രജിസ്റ്റർ ചെയ്യാനുണ്ട്. മെയിനായിട്ട് ഒന്ന് സ്റ്റാർട്ട് വർക്കിൽ നമ്മുടെ ഫാമിലിയിൽ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൂടെ സ്റ്റാർട്ട് വർക്കിൽ രജിസ്റ്റർ ചെയ്യണം, അതായത് ആഡ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ഓരോ മാസം എത്ര കറണ്ട് ചിലവാക്കുന്നു അതിനനുസരിച്ച് പേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വർഷാവസാനം നമ്മൾ ഈ തുക എല്ലാം കൂടെ ഒരുമിച്ച് അടയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് അന്നേരം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വന്നപാട് രജിസ്റ്റർ ചെയ്ത് ഓരോ മാസം പേ ചെയ്യുന്നതാണ് നല്ലത്. എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക അവർ പിടിക്കും. ഇപ്പം ഞാൻ തന്നെയായിരുന്നു ഇത്രയും നാൾ. ഇപ്പം മക്കൾ വന്നപ്പോൾ അവർ രണ്ടുപേരുടെ ഇത് കൂടിയതുകൊണ്ട് അവരുടെയും കൂടി പൈസ അവർ പിടിക്കും. എന്നിട്ട് നമ്മൾ എത്ര ചിലവാക്കിയോ ആ ചിലവാക്കിൻ്റെ ബാക്കി ചിലപ്പോൾ നമ്മൾ കുറഞ്ഞാണ് ചിലവാക്കുന്നതെങ്കിൽ ഓരോ മാസവും ഒരു 100 യൂറോ ഇത് പിടിക്കുകയാണെങ്കിൽ ഇയർലി അവർ കണക്ക് കൂട്ടിയിട്ട് നോക്കും എത്ര രൂപ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പിടിച്ച തുകയിൽ നിന്ന് കൂടുതൽ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ കൊടുക്കേണ്ടി വരും. കുറവാണ് നമ്മൾ ചിലവാക്കിയതെങ്കിൽ ബാക്കി പൈസ നമുക്ക് ഇയർലി ക്രെഡിറ്റ് ആവും തിരിച്ച്. കുക്കു ഫസ്റ്റ് സൈറ്റിൽ ജർമ്മനി എങ്ങനെയുണ്ട്? എടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നാ ഞാൻ ചോദിച്ചത്. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? നീ വിചാരിച്ച പോലെയാണോ? നീ എന്താ വിചാരിച്ചായിരുന്നേ? അതെനിക്കറിയണ്ടേ. ഇവിടെ മരവുമില്ല. മരമില്ലേ? അതൊരു ടൗൺ ആയതുകൊണ്ട് മരം ഇല്ലെന്നാണോ വിചാരിച്ചേ? അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ നല്ല മരം ഉണ്ടെന്ന്? ഇവിടെ ഉണ്ടല്ലോ, ഒരു മരം മുറിച്ച് അന്നേരം അവരോട് ഒരു മരം നടും. നേച്ചറിനെ ഭയങ്കര സംരക്ഷിക്കും അവര്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കേട്ടോ. കുക്കു ആ പള്ളീൻ്റെ അവിടെ വരെ നടക്കണം. ഓക്കെ ആണോ? ആ പള്ളീൻ്റെ നടക്കുവോ? ഇതിന് നല്ല ആളുണ്ടാവും. ഇതിലൂടെയാണ് ആൾക്കാർ പാഡലും ചെയ്യാറുണ്ട്, ബോട്ടിങ്. സമ്മറിൽ ഇവിടെ ചെറിയ ഒരു ഹൗസ് ബോട്ട് പോലെയൊക്കെ ഉണ്ടാവും, എപ്പോഴും കാണാം. കയൊക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പപ്പയൊക്കെ ചെയ്യുന്ന ഈ നീന്തലറിയാത്തവരൊന്നും പപ്പ കയറ്റില്ല, പപ്പയ്ക്ക് പേടിയാ. അമ്മേൻ്റെ കോളേജിൽ നിന്ന് കയാക്കിന് പോയായിരുന്നു അന്ന്. അതിൽ ഞാൻ ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ നീന്തലറിയാത്ത. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും പോയത്. എന്തായാലും ഒന്നും പറ്റിയില്ല, ഞങ്ങൾ തന്നെയല്ലേ പോയത്. ആ ഞാൻ പോയി. നീന്തലറിയില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലൈഫ് ജാക്കറ്റ് ഇട്ടാലും എങ്കിലും ഒരു ഇതിൽ കാറ്റെങ്ങാനും കുത്തിപ്പോയാൽ തീർന്നില്ലേ. ആ പ്രാവൊന്നും ഒന്നും ചെയ്യത്തില്ല. അവിടെ ഇവിടെ വളർത്തുന്ന പ്രാവാ. നീ ഇതിനെ പേടിക്കുന്നേ? എടാ ഒരു കുഴപ്പമില്ല, അതിനൊന്നും ചെയ്യാൻ പാടില്ല. നമ്മള് അതിനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ വളർത്തുന്ന പ്രാവാ. നമ്മളങ്ങനെ പോയി ഹെൽത്ത് ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്ത് കേട്ടോ 2 പേർക്കും. ഇനി അടുത്ത പോകാൻ പോകുന്നത് ഫാമിലിയൻ കസേരോട്ടാണ്, അതായത് ജോബ് സെൻറ്റർ. അഗൻഡ്യൂ ഫോർ ആബൈറ്റ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അവിടെയാണ് നമുക്ക് കിൻഡർഗാർട്ടന് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പം അതിന് ഇപ്പം നമ്മൾ പോകുന്നത് ടെർമിൻ എടുക്കാതെയാണ്. നമ്മൾ ഡയറക്റ്റ് എടുത്ത് പോയി നോക്കട്ടെ കിട്ടുമോ എന്നുള്ളത്. കിട്ടുവാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ എൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ
നമ്മൾ അവർ ചിലപ്പോൾ നമുക്ക് ടെർമീൻ തരുമായിരിക്കും. ആ ടെർമീനിൽ നമുക്ക് ചെന്നാൽ മതി. എന്തായാലും ഞാൻ ഇവർക്ക് മെൽഡൻ ചെയ്യാൻ, അതായത് കിൻഡർ ഗാർഡന് മെൽഡൻ ചെയ്യാനുള്ള എന്താ പറയുക റിക്വയർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്താ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തിട്ട് വരാം. ഞാൻ പറയുന്നതിൽ കൂടുതലും ജർമ്മൻ വാക്കുകൾ വരുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റ്. ഇവിടുത്തെ ഗവൺമെൻറ് ഓരോ കുട്ടിക്കും 18 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നോടം വരെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക കൊടുക്കാറുണ്ട്. അതാണ് കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത്. ഇന്ന് ഫ്രൈറ്റാണ്, വെള്ളിയാഴ്ച അവധിയാണ്, കെഷ്ലോസ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് മൺഡേ വരാം. അത് നമുക്ക് ഇന്ന് കിൻഡർ ഗാർഡൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഉള്ളൂ. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് ഫെമിലിയൻ കസേ ഉള്ളത് കേട്ടോ. എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതിന് വരുമ്പം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ അന്നേരം പറയാം കേട്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത്. ഇപ്പോൾ സമയം ഉച്ചയാകാനായിട്ടുണ്ട് കേട്ടോ. അപ്പം മെൽഡോണും മിലനും വന്നതിന് ശേഷം ഞാൻ അവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഫുഡ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം പിസ്സ മേടിച്ച് കൊടുത്തു കേട്ടോ. അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നും പിസ്സ മതി എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എംസ് ഗാലറിയിലാണ് ഉള്ളത്. എംസ് ഗാലറി നമുക്കൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ ഇന്ത്യൻ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സബ്വേ, നമുക്ക് ഡോണർ, പിസ്സ അല്ലെങ്കിൽ ബർഗറൊക്കെ മേടിക്കാം. അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അവിടെയാണ് ഇരുന്ന് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ടിക്ക മാക്സ് ഉണ്ട്. അവിടെ തന്നെ മെൽഡോണുള്ള സ്കൂൾ ബാഗും അതുപോലെ ജാക്കറ്റും ഒക്കെ നോക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ പോയി എടുത്താൽ മതി. സാധനം മേടിക്കണം. ഇല്ല, ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് കുഞ്ഞു പിസ്സ കഴിക്കടാ മില. കുക്കു എങ്ങനെയുണ്ട് പിസ്സ? പൊളിയാണോ? ഞാൻ ഇവർക്ക് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത് കേട്ടോ. പുറത്തുനിന്ന് പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം മാത്രമേ പിസ്സ മേടിച്ച് കൊടുത്തുള്ളൂ. പിന്നെ ചെറിയ ആൾക്ക് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ബ്രാഡ്ഫാസ്റ്റ് അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രോഡ്ഷൻ, അതായത് ബ്രെഡ്, ബന്ന് എല്ലാം ഒന്നും അവൻ കഴിക്കത്തില്ല. പിന്നെ ഇനി പതുക്കെ അത് ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പം അടുത്തത് എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നാട്ടിൽ ഇവർ ചോറും കറികളൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ കൂടുതലും ഫ്രൂട്ട്സ്, പാൻ കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കി അല്ലെങ്കിൽ അന്വേഷിച്ചപ്പം ഓരോരുത്തരും പറഞ്ഞു കേട്ടുള്ളത്. അപ്പോൾ ആൾക്ക് അതുമാത്രം പറ്റുമോ എന്നുള്ളതും അറിയത്തില്ല. അങ്ങനെയുള്ള ഫുഡുകളൊന്നും നമ്മളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ വീട്ടിൽ. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം ട്രൈ ചെയ്തെന്നും കൂടെ നോക്കണം. ഇനിയിപ്പം ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂളിൽ പോകേണ്ട ടൈമായിട്ടോ. കൊക്കോ വന്നേ, നമുക്ക് പോവാം. പൗച്ചുണ്ട്, ഇതെല്ലാം നനയാത്തത്. എന്നാൽ പിന്നെ ഇതൊക്കെ എടുത്താലോ? സ്കൂൾ ബാഗ് വാങ്ങിക്കുന്നതിൽ ഞാൻ ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി എനിക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ച് നാട്ടിൽ നിന്ന് വാങ്ങിച്ചാലോന്ന്. പക്ഷെ അത് ശരിയാവില്ലെന്ന് പിന്നീട് തോന്നി. കാരണം ഇവിടുത്തെ കാലാവസ്ഥ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നാട്ടിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ. അന്നേരം ഇപ്പം ഇവിടെ തണുപ്പും കൂടുതലും മഴയുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള മെറ്റീരിയലായിരിക്കും, അങ്ങനെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ബാഗായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇപ്പോൾ ടിക്ക മാക്സിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ ബാഗിൻ്റെ, സ്കൂൾ ബാഗിൻ്റെ അടിയൊക്കെ കണ്ടോ? നിലത്ത് വെച്ചാലും വലിയാലും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടോ? ഇതിനുള്ളിലൊക്കെ നല്ല വാട്ടർ പ്രൂഫാണ്. കാരണം മഞ്ഞത്തും മഴയത്തും ആണല്ലോ ഇവർ കൂടുതലും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ഒരു ബാഗും കൊടുത്തിട്ടുണ്ട്. അവിടെ ബാഗിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നതെന്ന് വെച്ചാൽ ആ ബാഗിൻ്റെ വലുപ്പമാണ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വലുപ്പമുള്ള ബാഗുകളായിരിക്കും. അതുപോലെ പുസ്തകങ്ങളും കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇവിടുത്തെ സിസ്റ്റം ഒന്നും എനിക്ക് കംപ്ലീറ്റ്ലി അറിയില്ല കേട്ടോ. ഇനി ഇവനെ വിട്ട് കഴിഞ്ഞാൽ മാത്രമേ പരിചയമാകത്തുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടെങ്കിൽ നമുക്കിത് പറ്റത്തില്ലെങ്കിൽ മാറ്റി തരും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവും തിരിച്ച്. അതിനുള്ള സംവിധാനം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതിന് പകരം ഒരു സാധനം വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പറ്റിയില്ലെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം. ഇതിന് 5 യൂറോ, ഇതിന് 6 യൂറോ ഉള്ളൂ. ഇതിനെത്ര? ഇത് മേടിച്ചു നോക്കൂ. ഇതിന് 9 യൂറോ. രസമല്ലേ? ഇത് 9 യൂറോ. 10. ഇതിന് 9 ആണോ?
999. എന്നാ ഇതെടുത്ത് നോക്കൂ. ഇതാണ് രസം. ഏറ്റവും രസം ഇതാ ഞാൻ കണ്ടേ. ബ്ലൂ ഇഷ്ടായി. ഗ്രീന് ആ വേറെ നോക്ക് ഉണ്ടോ? പൊടി ക്ലീൻ ചെയ്യാൻ പറ്റും നോക്കട്ടത്. അത് വരുന്നുണ്ടോ നോക്കത്. തിരിച്ച് ഒറ്റക്കണ്ണുള്ളൂ കാണിച്ച് സൈറ്റ് അടിച്ചിരിക്കുക. എടുത്തോ. നീ കഴിക്കില്ലെന്ന് നീ കഴിക്കാതെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ചോക്ലേറ്റും ഉണ്ട് പിസ്താഷ്യം ഉണ്ട്, രണ്ടും കൂടെ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതുണ്ടോ? ഇതിങ്ങനെ ഇരിക്കും, ആ ക്രീമും ഇതും കൂടെ ആയിട്ട്. സ്കൂളിൽ പോകുമ്പോൾ ഇത് സൂപ്പറാ. ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല ചൂടുണ്ടാവും. ഇത് നന്നായിട്ടുണ്ടോ? ഈ ജാക്കറ്റിൻ്റെ കളർ കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ആൺകുട്ടികളുടെയാണോ പെൺകുട്ടികളുടെയാണോ എന്നുള്ള ശ്രദ്ധിക്കാൻ ഞാൻ വളരെയധികം മറന്നുപോയി. ഇത് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളുടെ ആണെന്നാണ് പറയുന്നത്. ഇവിടെ പിങ്ക് പെൺകുട്ടികളുടെ ആണല്ലോ പൊതുവായിട്ടും, ബ്ലൂ ആൺകുട്ടികളുടെ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കളർ എടുത്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ജാക്കറ്റ് എടുത്തത് ആൺകുട്ടികളുടെ സെക്ഷനിലായിരുന്നു കേട്ടോ. യുങ്ങൻ ക്ലൈഡിംഗ് എന്നുള്ള സെക്ഷനിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ആരോ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് തൂക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡൗട്ട്. പിന്നെ നമ്മൾ കസയിൽ പോയി ചോദിച്ചു, അതായത് പേയ്മെൻറ്റിൻ്റെ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് യൂണിസെക്സ് ആണ്, അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്ന് മാറ്റും കേട്ടോ. കാരണം ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പം കൊച്ചിനെ ആരെങ്കിലും ഒന്ന് കളിയാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവനൊരു വിഷമാവുമല്ലോ. അതുകൊണ്ട് മിക്കവാറും ആ കളർ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ചെറുതായിട്ട് ഒരു തൊണ്ടവേദന കേട്ടോ. സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എന്തായാലും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ജാക്കറ്റ് മേടിക്കാൻ പോയപ്പം ഒരുപാട് സെലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ സമ്മറാണ്. ഇനിയിപ്പോൾ അടുത്ത വിൻ്ററിൻ്റെ സമയത്ത് ഒരു ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ മുതലേ നമുക്ക് ജാക്കറ്റൊക്കെ വന്ന് തുടങ്ങുള്ളൂ. ഇപ്പം ബാക്കി എല്ലാ ഡ്രസ്സിൻ്റെയും, അത് സമ്മർ ഡ്രസ്സിൻ്റെയൊക്കെ സെയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതിനൊക്കെ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. TK Maxx അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ തപ്പുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും കേട്ടോ. ഒരുപാട് വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും. പിന്നെ എനിക്കൊരു അത്ഭുതം തോന്നി എന്താണെന്ന് വെച്ചാൽ, പിള്ളേരുടെ ഡ്രസ്സിന് നമ്മുടെ വലിയ ആൾക്കാരെക്കാളും റേറ്റ് കൂടുതലാണ്. നമ്മൾ വിചാരിക്കും പിള്ളേർക്ക് അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവുള്ളൂ. ഇല്ല, നമ്മളൊരു ജാക്കറ്റ് വാങ്ങിക്കുന്ന അത്രയല്ല, അതിൽ കൂടുതലും റേറ്റാണ് പിള്ളേരുടെ. എനിക്ക് തോന്നുന്നു അവരുടെ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കും. അവർ ഇങ്ങനെ റഫ്യൂസ് ചെയ്യുന്നതും കളിക്കുന്നതും ചാടുന്നു ഓടുന്നു. സ്കൂളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അവർക്ക് ഫ്രീ പീരീഡും PT അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ജാക്കറ്റിനൊക്കെ ഇത്രയും വില. അല്ലെങ്കിലും ഡ്രസ്സുകൾക്ക് അവരുടെ പെൺപിള്ളേരുടെ ആണെങ്കിലും ഫ്രോക്കിനും ആൺപിള്ളേരുടെ ഷർട്ടിനും പാൻറ്റിനും ഒക്കെ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്ന പാരൻസ് അത് കണ്ട് കണക്ക് കൂട്ടിക്കൊള്ളുക. കാരണം നമ്മൾ വാങ്ങിക്കുന്ന ഡ്രസ്സിനെക്കാട്ടിലും റേറ്റ് അവരുടെയാണ് കേട്ടോ കൂടുതൽ. പിന്നെ മൂത്ത ആൾക്ക് ഈ ഒരു ഷർട്ട് അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതും കൂടി എടുത്തു. അതിന് ഓഫറൊന്നും ഇല്ല കേട്ടോ. അപ്പം ഈ സമ്മർ ഡ്രസ്സിനൊന്നും ഒരു ഓഫറും കാണിക്കുന്നില്ല. കാരണം ഇപ്പോൾ സമ്മർ തുടങ്ങിയതല്ലേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്തു. TK Maxxൽ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്ന്. കാരണം നമ്മൾ ന്യൂയോർക്കറിലൊക്കെ പോയി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 2 അലക്കഴിക്കുമ്പോഴത്തേന് അതിൻ്റെ ക്വാളിറ്റി തീരാറുണ്ട്. അതിൻ്റെ പരിപാടി തീർന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഡ്രസ്സ് ഭയങ്കര സെലക്റ്റീവായിട്ടാണ് എടുക്കുന്നത്. പിന്നെ റേറ്റ് കമ്പാരിറ്റീവ് നമുക്ക് നോക്കുകയാണെങ്കിൽ TK Maxxൽ റേറ്റ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഓഫർ കിട്ടും. ഓഫർ കിട്ടുമ്പോൾ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല റേറ്റിലെ സാധനങ്ങൾ ഓഫറിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ജാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ജാക്കറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് പോകാനായിട്ടുള്ളൊരു ബാഗും കൂടെ മേടിക്കുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ബാഗ് ഒരുവിധം നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് വാങ്ങിച്ചു. അത് ഓഫറിലുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ത്യൻ സ്റ്റോറിലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ ഇവരെ ഇവിടെ ഇരുത്തിയിട്ട് ഇന്ത്യൻ സ്റ്റോറിൽ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, അല്ലെങ്കിൽ ഇപ്പം നടന്നു മടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓടിപ്പോയി മേടിച്ചിട്ട് വന്നു കേട്ടോ സാധനം. ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴേ ഇനി എന്തൊക്കെയാണ് വേറെ വേണ്ടത്, എക്സ്ട്രാ വാങ്ങിക്കേണ്ടത്, ബാഗ് മാറ്റേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സ്കൂളിൽ ചെന്ന് അവരെ കാണിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ പരിചയമായി വരുമ്പോഴല്ലേ നമുക്കിതിൻ്റെ ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്നേരം അറിയാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അന്നേരം ഇതിൻ്റെ അപ്ഡേഷനൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചപ്പോൾ വീട്ടിലോട്ട് പോകണം. നമുക്കിനി ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 3:17 ബസ് ഉള്ളത്. മടുത്തു. ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയായി. വിളിക്കരുത് മടുത്തു കളി. അമ്മയും മടുത്തു. ഇനി മടുത്തോടാ. നല്ലൊരു അബദ്ധം പറ്റി. ഞാൻ ഇവരെ അവിടെ എംസ് ഗാലറിയിൽ എത്തിയിട്ട് ശ്രീലങ്കൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇഡ്ഡലിയും അരിയും പിന്നെ അതുപോലെ കുറച്ച് വെജിറ്റബിളും മീറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ലാമ്പ്. എന്നിട്ട് ഞാൻ ബസ്സിൽ കയറിയിട്ട് അത് ബസ്സിൽ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെ വെച്ചു. ഞാൻ മറന്നുപോയി എടുക്കാൻ. ബസ്സങ്ങ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഓർത്ത് അയ്യോ എടുത്തില്ലല്ലോ, സാധനം എടുത്തില്ലല്ലോ. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ടൈമിങ് നോക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് പോയി വരുമ്പോൾ പോയി എടുക്കാമെന്ന് വിചാരിക്കുന്നു. കിട്ടിയേ കിട്ടും, ഇല്ലെങ്കില്ല, നോക്കാം. കുക്കു, എൻ്റെ സാധനം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. വാ നോക്കാം. നമ്മൾ മറന്നു വെച്ച ബാഗ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി. 2 ബസ് നോക്കിയിരുന്നു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് DBൻ്റെ കസ്റ്റമർ സർവീസ് ഉണ്ട്. അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് മൺഡേ ആണ്. അപ്പോഴത്തേനും നമ്മൾ മേടിച്ച സാധനങ്ങൾ, ഞാനിത് ലാമ്പ് മേടിച്ചിട്ടുണ്ട്, പിന്നെ മുരിങ്ങക്കോല്, പച്ചക്കറിയൊക്കെ ഉണ്ട്, പിന്നെ ഇഡ്ഡലി റൈസും പച്ചമുളകും അങ്ങനെ വെജിറ്റബിളും ഒക്കെയാണ്. അപ്പത്തേനും നമുക്ക് ഇനിയിപ്പോൾ അത് കിട്ടാൻ അറിയില്ല, നോക്കാം. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ മീറ്റൊക്കെ എന്തായാലും നാശമായി പോവും. കാരണം അത് ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന. അപ്പോൾ അത് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഇനി കിട്ടിയാലും നന്നായിട്ട് കിട്ടത്തില്ല. ഇനി അതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇഡ്ഡലി റൈസ് മാത്രമേ നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 2 ബസ്സിൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം നമ്മളിപ്പോൾ വന്ന ബസ് വേറെ റൂട്ടിലാണ് ഇനി ഓടാൻ പോകുന്നത്. അതുകൊണ്ട് അവർ ഇനി ഈ വഴിക്ക് തിരിച്ചു വരാനും ചാൻസ് ഇല്ല. അപ്പോൾ ആ സാധനം പോയി. എന്നാലും ഒരു വിഷമം. എന്താണെങ്കിലും നമുക്ക് വെറുതെ അങ്ങനെ ഒരു കാര്യം പോകുമ്പോൾ എന്തൊരു വിഷമം അല്ലേ, ചെറുതാണെങ്കിലും. പോട്ടെ, ഞാൻ സാമ്പാർ ഉണ്ടാക്കണം, ഇഡ്ഡലി ഉണ്ടാക്കണം, കുക്കുവിനെന്നൊക്കെ ഓർത്തോണ്ടിരുന്ന എന്തായാലും പോയി വെക്കും. നമുക്കിനി നോക്കാം. പൂട്ടുണ്ടാക്കി തരാം. എല്ലാ ദിവസത്തെ പോലെ ബ്രെഡ് തന്നെ. അവന് ബ്രെഡ് ഇഷ്ടട്ടോ, അവൻ തള്ളുന്നാട്ടോ. നല്ല തള്ളു ഇടയ്ക്ക്. പിന്നെ മെയിനായിട്ട് നമ്മൾ മെൽഡോണ് സാധനം വാങ്ങിക്കാനാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ അവന് 2-3 ജാക്കറ്റ് സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ് നെക്സ്റ്റ് വീക്ക് മുതൽ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയപ്പോൾ ബാഗും കൂടെ വാങ്ങിച്ചത് കേട്ടോ. കാരണം എനിക്കറിയത്തില്ല ഇനി ഇവിടെ എന്തൊക്കെ വേണമെന്നുള്ളത്. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും അന്വേഷിച്ചിട്ടില്ല. സ്കൂളിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ സ്കൂളിങ്ങും ഇതൊക്കെ നമ്മൾ പിള്ളേരെ വിട്ടിടുമ്പോഴല്ലേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ഈ ഒരു ജാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇത് വിൻ്ററിലും മഴയത്തും ഒക്കെ ഇടാൻ പറ്റുന്നതാണ്. ചെറിയ തണുപ്പിലും ഇടാം കേട്ടോ. നല്ല തണുപ്പ് ഇടാൻ പറ്റില്ല. പിന്നെ ഇവർ പുറത്തോടെയൊക്കെ ഇവർക്ക് കളിക്കാൻ വിടും ഇടയ്ക്കിടയ്ക്ക്. ഞാനവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പിള്ളേർ PT ടൈം പോലെ. അപ്പോൾ ആ ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ ഈ കടന്ന് കുത്തിമറിയും വെള്ളം ആവുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നനയാതെയും പിന്നെ ചൂടും ഉണ്ടാവും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. നമ്മുടെ ഒരു റെയിൻകോട്ടിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയലാണ് ഇത്. ഈ ഒരു ജാക്കറ്റ് കേട്ടോ, ഇത് കുറച്ചും കൂടെ കട്ടിയുള്ള, ഇതുപോലെ തന്നെ നമുക്ക് റെയിൻകോട്ടായിട്ടും മഴയത്തും പിന്നെ തണുപ്പത്തും മഞ്ഞത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കുറച്ചുകൂടെ ചൂടുള്ള ഒരു ജാക്കറ്റാണ്. ഇവർക്കിപ്പം സ്കൂളിലൊക്കെ പോകുമ്പോൾ മാറി ഇടുന്നത് തോന്നുന്നു. ഒരെണ്ണമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ മാറി ഇടാൻ പറ്റില്ല, ഇച്ചിരി ചെളി നമ്മൾ വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു 3 ജാക്കറ്റ് മേടിച്ചു ഇവന്. പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ
ഞാൻ അങ്ങോട്ട് കൂട്ടാൻ പോയി, നാട്ടിൽ പോയി പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് മാക്സിന്ന് അതുപോലെ വേറെ ഒരു ജാക്കറ്റ്, ഇപ്പോൾ അവനിടുന്ന ഒരു ജാക്കറ്റ് മേടിച്ചിട്ടാണ് പോയത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 ജാക്കറ്റായി. നല്ല പൈസ കേട്ടോ, വലിയ ആൾക്കാരെക്കാട്ടിലും പൈസയാണെന്ന് എനിക്ക് തോന്നുന്നു പിള്ളേർക്ക്, അല്ലെങ്കിൽ അതേ സെയിം റേറ്റിലാണ് നിൽക്കുന്നത്. പിള്ളേർക്ക് നമ്മൾ വിചാരിക്കും കുറച്ച് പൈസ കുറവായിരിക്കും, നല്ല പിള്ളേരുടെ സാധനങ്ങൾക്ക് ഭയങ്കര പൈസയാണ്, നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ മനസ്സിലാവും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയാണ് കേട്ടോ. പിന്നെ 1 വർഷമെങ്കിലും നന്നായിട്ട് ഇത് യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഇവരുടെയൊക്കെ കളിക്കും ഇതൊക്കെ. ഞാൻ കുഞ്ഞോട് പറഞ്ഞേക്കുന്നത് 2 വർഷമെങ്കിലും ബാഗ് യൂസ് ചെയ്യണം. ബാഗ് നമുക്ക് 50 യൂറോ എടുത്ത് മേടിച്ച് നമുക്ക് യൂസ് ചെയ്യണ്ടേ. 2 വർഷം മുതലാക്കണം കേട്ടോ കുക്കും. ഇത് 3rd 4th യൂസ് ചെയ്യണം കേട്ടോ. വേണം വേണം വേണം. നമുക്ക് നാട്ടിലാണ് ഒരു 1500 അത്യാവശ്യം 2000 അത്യാവശ്യം നല്ല ബാഗ് കിട്ടും. അപ്പൊ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കും ടയേർഡായിട്ടോ. എൻ്റെ സാധനങ്ങൾ കളഞ്ഞു പോയതോടെ എൻ്റെ മനസ്സിന്റെ പകുതി ഇതങ്ങ് പോയി. ഇപ്പോൾ ഇവിടെ സമയം 5:45. ഇനിയിപ്പോൾ എനിക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വീടൊക്കെ ഒന്ന് അടിച്ചു പോയി തുടച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ വൈകുന്നേരം ഫുഡ് എന്തായാലും ഇവർക്ക് ഉണ്ടാക്കണം. കാരണം ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് പിzzയിലേ കഴിച്ചത്. വൈകുന്നേരം പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഓൾമോസ്റ്റ് ഇന്നത്തെ ഒരു ദിവസം തീർന്നു. എനിക്ക് ഇനി 2 ദിവസം കൂടെ അവധിയുണ്ട് കേട്ടോ. ഈ വീക്കെൻഡ് ശനി ഞായറും കൂടെ അവധിയാണ്. പിന്നെ വീണ്ടും തിങ്കളാഴ്ച ഡ്യൂട്ടി തുടങ്ങിയാൽ 11 ദിവസം കണ്ടിന്യൂസ്ലി ഒറ്റ സ്ട്രെസ്സിലുള്ള ഡ്യൂട്ടിയാണ്. പിന്നെ എനിക്കൊരു 3-4 ദിവസം അവധിയുണ്ട്. അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ കേട്ടോ. ഇടയ്ക്ക് ഒരു ദിവസം ലീവ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ സമാധാനം ഉണ്ടാവും. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഫാമിലി വിസേൻ്റെ റിക്വയർമെൻറ്റ്സും ഞാനത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ എപ്പോൾ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ പേരെന്നോട് ഇതുപോലെ ഈ ഫാമിലി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ള കുറേ ഡൗട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുമല്ലോ, ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഏറ്റവും സ്നേഹത്തോടുള്ള കമൻസും വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഔ വിട സെയിൻ.